Hi my dears, welcome to ACS online class. Text book page number 87. Okay, Daljit design. Designs circles. Daljit has made these designs using a compass. Compass ഉപയോഗിച്ചിട്ടാണ് ദൽജീത് ഈ സർക്കിൾസ് എല്ലാം വരച്ച് ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. His sister came and started making more designs with him. ഇത് കണ്ടപ്പോൾ ആ ദൽജിത്തിന്റെ സിസ്റ്ററും കൂടെ വന്നിട്ട് എന്ത് ചെയ്തു, ഒരുപാട് സർക്കിൾസ് വരച്ച് കോമ്പസ് ഉപയോഗിച്ച് ഒരുപാട് സർക്കിൾസ് വരച്ചിട്ട് എന്ത് ചെയ്തു, ഒരുപാട് ഡിസൈൻസ് ഉണ്ടാക്കി അല്ലേ. ഡു യു വാണ്ട് ടു മേക്ക് സച്ച് ഡിസൈൻസ്? നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഡിസൈൻസുകൾ വരയ്ക്കാൻ താല്പര്യമുണ്ടോ? To make such designs you will need to use a compass. ഈ ഡിസൈൻസ് ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമ്പസ് ഉപയോഗിക്കണം. എന്താണ് കോമ്പസ്? ഓക്കെ, എല്ലാവർക്കും ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതിലതേ കണ്ടോ, ഈ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കോമ്പസ് എന്ന് പറയുന്നത്. ഈ കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് എന്താണ് എളുപ്പത്തിൽ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. നമുക്ക് അളവുകളൊക്കെ കൃത്യമായ റേഡിയസ് ഒക്കെ അളന്ന് പല റേഡിയസിന്റെ ഒക്കെ അളവിലുള്ള സർക്കിൾസ് കൃത്യമായി വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ യൂസിങ് എ കോമ്പസ്, നിങ്ങൾക്ക് കോമ്പസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. Have you seen a compass before? നിങ്ങൾ ഇതിനു മുൻപ് ഒരു കോമ്പസ് കണ്ടിട്ടുണ്ടോ? How will you use this to make a circle? ഒരു സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോമ്പസിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഓപ്പൺ യുവർ കോമ്പസ്. എന്ത് ചെയ്യണം? ഈ കോമ്പസ് ഓപ്പൺ ചെയ്യണം. അതാണ് നിങ്ങൾ ഈ കോമ്പസ് എടുത്തേ. ഈ കോമ്പസ് എടുത്തോ? ഇവിടെ പെൻസിലൊന്നും കാണത്തില്ല. ഓക്കെ, മിസ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പെൻസിൽ. ഇതാണ് കോമ്പസ്. ഓക്കെ, എന്നിട്ടോ press the tip of the compass on the paper. Hold the compass from the top without moving the tip. Try to move in the pencil around to get a circle. ഇത് നമ്മുടെ കോമ്പസ് ആണ്. ഇതിന് ഇവിടുത്തെ ഒരു റൗണ്ട് കളറിലെ സാധനം ഇത് തിരിക്കാനും ഒക്കെ പറ്റും. അപ്പൊ ചെറിയ അളവിലുള്ള ഒരു പെൻസിൽ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ ഹോളിലോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ടോ ഈ കോമ്പസിന്റെ നീഡിൽ അതേ സെയിം ലെവലില് നമ്മുടെ പെൻസിലിന്റെ ആ ഒരു ടിപ്പ് അല്ലെങ്കിൽ ആ ഒരു മുന വരാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്കിന്റെ പുറത്തോ അല്ലെങ്കിൽ ടേബിളിന്റെ പുറത്തോ നമ്മൾ ഈ കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ആ പെൻസിൽ താഴത്ത് കൃത്യമായി നമ്മുടെ കണ്ടോ കറക്റ്റ് രേഖയിൽ വന്നതുണ്ടോ പെൻസില്, അങ്ങനെ കൃത്യം ആ ഒരു പെൻസിലിന്റെ ടിപ്പും നമ്മുടെ കോമ്പസിന്റെ നീഡിലും സെയിം ലെവൽ ആണോ എന്ന് ഒരു ടേബിളിന്റെ പുറത്ത് വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം, പെൻസിൽ ടൈറ്റ്, ഇവിടെ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്ക്രൂ ഉപയോഗിച്ച് നമ്മൾ ലൂസ് ആക്കിയിട്ട് പെൻസിലിനകത്ത് കയറ്റി എന്നിട്ട് സെയിം രീതിയിലാക്കി എന്നിട്ട് സെയിം ലെവൽ, ഇത് രണ്ടും സെയിം ലെവലാക്കിയിട്ട് നമ്മൾ ഈ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തു. അപ്പൊ കോമ്പസ് ഉപയോഗിക്കാൻ റെഡിയായി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻസ്ട്രുമെന്റ് റെഡിയാണ്, കോമ്പസ് റെഡിയാണ്. ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കോമ്പസ് വരയ്ക്കുന്നത്, നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് നോക്കാം. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തേ കണ്ടില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നീഡിൽ അല്ലെങ്കിൽ എന്താണ് ആണി ഉപയോഗിച്ച് നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പഠിച്ചല്ലേ. ഫിക്സ് ചെയ്യുന്ന ഒരു ആണിയുണ്ട്, പിന്നെ എന്താണ് റൊട്ടേറ്റ് ചെയ്യുന്ന മറ്റൊരു ആണിയുണ്ട്, നെയിലുണ്ട്, നടുക്ക് നൂലുണ്ട് അല്ലേ. ഇപ്പൊ ഒരു ആണി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ, അത് സെന്ററിൽ ആ ആണി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ആ ആണിക്ക് പകരം നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ കോമ്പസിനെ നീഡിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, മറ്റേ നമുക്ക് കറക്കി എടുക്കാൻ പറ്റും. കണ്ടോ, മറ്റേതിനെ കറക്കി എടുക്കുന്ന കണ്ടോ, പെൻസിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അത് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരച്ച് നോട്ട്ബുക്കിൽ എല്ലാവരും കണ്ടോ വരയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? കണ്ടോ, ഒരു സർക്കിൾ മിസ് വരച്ചു കഴിഞ്ഞു. കണ്ടോ, കറക്കി ഒരു സർക്കിൾ വരച്ചു. അപ്പോ നമ്മുടെ നമ്മുടെ കോമ്പസിനെ ഈ നീഡില് കുത്തി വെച്ചിരുന്ന ആ ഒരു പോയിന്റ് ആണ് സെന്റർ. പിന്നെ മറ്റു ഉപയോഗിച്ച് നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു അല്ലെ. ഓക്കെ, അപ്പൊ ഡു യു ഗെറ്റ് എ സർക്കിൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കിൾ കിട്ടിയോ, വരയ്ക്കാൻ സാധിച്ചോ? എല്ലാവരും മിസ്സിന്റെ ഈ ക്ലാസ് ഇപ്പൊ തന്നെ പൗസ് ചെയ്ത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് ബാക്കി ക്ലാസ്സിലേക്ക് look for a mark where you have kept the tip of the compass. This mark is the center of the circle. നമ്മൾ എവിടെ ഈ ഒരു നീഡിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സർക്കിൾ വരച്ചത്. ആ ഫിക്സ് ചെയ്ത് വെച്ച ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ സെന്റർ, സർക്കിളിലെ സെന്റർ എന്ന് പറയുന്നത്. മിസ് പറഞ്ഞില്ലേ, ഒരു സർക്കിളിന് നടുക്ക് ഒരു സെന്റർ പൊസിഷൻ ഉണ്ട്. ആ സെന്റർ പൊസിഷൻ ആണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു ഇതുപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചത് അല്ലെ, നീഡിൽ ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെച്ചത്. അപ്പൊ ആ ഒരു
ഈ ഒരു കുത്ത് കിട്ടിയ ബുക്കിൽ കുത്തി കിട്ടി നമ്മൾ കുത്തി വെച്ച് വരച്ച ആ നമ്മുടെ ആ നീഡിൽ പോയിന്റ് കുത്തി വരച്ച ആ ബുക്കിൽ കുത്തി വരച്ച ആ പോയിന്റ് ഒന്ന് പെൻസിൽ വെച്ചുകൊണ്ട് നമ്മൾ കുത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യണം, സെന്റർ ആണ് മനസ്സിലാക്കുക. ഇനി ഈസ് ദ സർക്കിൾ ബെറ്റർ ദാൻ വൺ യു മേഡ് ഏർലിയർ വിത്തൗട്ട് എ കോമ്പസ്. നിങ്ങൾ കൈവച്ച് ചുമ്മാ മിസ് നോട്ട്ബുക്കിൽ റൗണ്ട് വരയ്ക്കാൻ സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞില്ലേ, ആ വരച്ച സർക്കിളാണോ അത് നിങ്ങളിപ്പോ കോമ്പസ് ഉപയോഗിച്ച് വരച്ച സർക്കിളാണോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർക്കിൾ? ഏതായിരുന്നു ഏറ്റവും നല്ലത്? ഡ്രോ ദ സർക്കിൾ ഓഫ് ദ റേഡിയസ് ആൻഡ് മെഷർ ഇറ്റ്. എന്താണ് അപ്പൊ ഏതായിരുന്നു ബെറ്റർ? ഏതാണ്? നിങ്ങൾ ഇപ്പോൾ കോമ്പസ് വെച്ച് ഉപയോഗിച്ച് സർക്കിൾ വരച്ച് ആ സർക്കിളാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർക്കിൾ അല്ലേ? അപ്പോൾ എന്താണ് ഇനി നിങ്ങൾ വരച്ച ആ സർക്കിളിന്റെ റേഡിയസ് മെഷർ ചെയ്യാം. റേഡിയസ് മെഷർ ചെയ്യാൻ എളുപ്പമല്ലേ? നമുക്ക് ആ സെന്റർ പോയിന്റ് കുത്തി വെച്ച് പോയി ആ സെന്റർ പോയിന്റ് കിട്ടി ഒരു ലൈൻ സർക്കിളിലോട്ട് വരയ്ക്കുക. അത് എത്രയാണ് മാർക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ റീഡിങ് എഴുതുക. ഓക്കെ, ഇപ്പൊ 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഇനി എന്താണ്? Now you can make your own designs like Daljit has made. How many did you make? അപ്പോൾ ദൽജീത് കുറച്ച് മുമ്പ് കോമ്പസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഡിസൈൻസ് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, കോമ്പസ് ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇനി അതിൽ നിങ്ങൾ എത്ര ഡിസൈൻസ് മേക്ക് ചെയ്തിട്ടുണ്ട്? Guess how this design has been made. Use a compass to make a similar one in the box. അപ്പോൾ ഒരു കോമ്പസ് ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഫിഗർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഇതിന്റെ എന്താണ് ഇതുപോലെ റൗണ്ട് സർക്കിൾ എന്താണ് ഒരു റൗണ്ട് സർക്കിൾ എന്ത് ചെയ്യണം? കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. എന്നിട്ടോ അതിന്റെ ഒരു മിഡ് പോയിന്റ് അല്ലെ, മിഡ് പോയിന്റ് ഉണ്ടാവും. ആ മിഡ് പോയിന്റിൽ മുട്ടുന്ന പോലെ എന്താണ് ആ മിഡ് പോയിന്റിൽ മുട്ടുന്ന പോലെ മറ്റൊരു സർക്കിൾ വരയ്ക്കാൻ ശ്രമിക്കുക. കണ്ടോ ഈ ഒരു മിഡ് പോയിന്റിൽ മുട്ടുന്ന പോലെ ഇവിടെ ഒരു മിഡ് പോയിന്റ്, ഇതിന്റെ നടുക്കായിട്ടൊരു മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഒരു സർക്കിൾ വരച്ചു കൊടുക്കണം. അതേ അളവുള്ള സർക്കിൾ തന്നെ ആയിരിക്കും ഇപ്പുറത്തും വരുന്നത്. കണ്ടോ, ഈ മിഡ് പോയിന്റിലൂടെ കടന്നു പോകുന്ന മറ്റൊരു സർക്കിളിലൂടെ ഇവിടെയും വരയ്ക്കാൻ ശ്രമിക്കണം. കണ്ടോ, അപ്പൊ ഇവിടെയും ഒരു മിഡ് പോയിന്റ് കിട്ടും. ഈ കുഞ്ഞു സർക്കിൾസിന് മിഡ് പോയിന്റ് ഇതിന്റെ അകത്തും കിട്ടും. കണ്ടോ, എന്നിട്ട് എന്ത് ചെയ്യണം? ആ പുറത്ത് ഈ ഒരു ഭാഗം തുടച്ചു കളയുക, ഈ ഒരു ഭാഗവും അങ്ങ് തുടച്ചു കളയുക, എന്നിട്ട് ഈ ഡോട്ടും അങ്ങ് തുടച്ചു കളയുക. അപ്പൊ എന്തായി? ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഫിഗർ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും ഈ ഡിസൈൻ ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ വരയ്ക്കാൻ ശ്രമിക്കോ? ചെറുതായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈസ് ഇറ്റ് എ സർക്കിൾ? നൈന വാസ് മേക്കിംഗ് എ സർക്കിൾ. നൈന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. രവി ആസ്ക്ഡ് her for an eraser. രവി ഒരു ഇറേസറിന് വേണ്ടി ആവശ്യപ്പെട്ടു. She kept her compass and gave him the eraser. എന്ത് ചെയ്തു? നൈന സർക്കിൾ വരച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് രവി റബ്ബർ ഇറേസർ ആവശ്യപ്പെട്ടു. അപ്പം കോമ്പസ് മാറ്റി വെച്ചിട്ട് നൈന ഇറേസർ എടുത്ത് കൊടുത്തു. Then she started again to complete her circle. എന്നിട്ട് എന്ത് ചെയ്തു? രവിക്ക് ഇറേസർ കൊടുത്തതിന് ശേഷം നൈന പിന്നീട് വീണ്ടും കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കുകയാണ്. ബട്ട് ഷീ ഗോട്ട് ദിസ്. പക്ഷെ എന്ത് പറ്റി? സർക്കിൾ രണ്ടായി പോയി, മിഡ് പോയിന്റ് നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ആ കോമ്പസുകൾ തമ്മിലുള്ള കണ്ടോ, ഇതിപ്പോ അളവ് കൂടുതലായിട്ട് നമ്മൾ വെച്ചാൽ എന്താണ്? വലിയ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും. കണ്ടോ വലിയ സർക്കിൾ വരയ്ക്കാൻ സാധിക്കും നമ്മൾ കുത്തി വെച്ചിട്ട്. അടുപ്പിച്ച് വെച്ചാലോ ചെറിയ സർക്കിളെ വരയ്ക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അടുപ്പിച്ച് വെച്ചപ്പോൾ ചെറിയ സർക്കിളെ വരയ്ക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ നൈനയുടെ അളവിൽ വ്യത്യാസം വന്നു പോയില്ലേ? നൈന ഇറേസർ എടുത്ത് കൊടുക്കാൻ പോയപ്പോഴത്തേക്കും നൈനയുടെ അളവിൽ വ്യത്യാസം വന്നു പോയി. ഓക്കെ, guess why did Naina get such a drawing? Discuss. Can a circle have more than one center? അപ്പോൾ നൈനയുടെ സെന്റർ മാറിപ്പോയില്ലേ? ഇറേസർ വലിയ കൊടുക്കാൻ പോയപ്പോൾ നൈന പിന്നീട് ആ സെന്റർ മാറി വരച്ചതുകൊണ്ട് 2 സർക്കിൾ ആയിപ്പോയി. ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയില്ല. Another day, Naina was using a compass to make circle, but it came out like this. പക്ഷെ അടുത്ത വേറൊരു ദിവസം നൈന പിന്നീട് ഒരു സർക്കിൾ വരച്ചപ്പോൾ കണ്ടോ സർക്കിൾ കംപ്ലീറ്റ് ആവാതെ വേറൊരു ഷേപ്പ് ആയിപ്പോയി. Did any one of you get ever shape like Naina's? നൈനയുടെ ഇതേപോലെ എന്താണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കും ഈ അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? Oh, the screw of the compass is loose. Let me tight it. Now my compass will not slip. എന്താണ്? കണ്ടില്ലേ? ഈ ഒരു സ്ക്രൂ ലൂസ് ആയി പോയതുകൊണ്ട് പെൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടാണ് ഒരു സ്ഥലത്ത് കുത്തി വെച്ച് റൊട്ടേറ്റ് ചെയ്തപ്പോഴും
അപ്പോൾ നയന സർക്കിൾ വരച്ചപ്പോൾ സംഭവിച്ച തെറ്റെന്തായിരുന്നു? ഈ പെൻസിൽ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? പെൻസിൽ ടൈറ്റ് ആക്കി ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് പെൻസിൽ ടൈറ്റ് ആക്കി വെച്ചാലേ പെൻസിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഫിക്സ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സർക്കിൾ വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പകരം പെൻസിൽ ലൂസ് ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? പെൻസിൽ ലൂസ് ആയിപ്പോയാൽ എന്താണ്? നമ്മൾ വരയ്ക്കുന്ന സർക്കിൾ എല്ലാം പല രീതിയിലൊക്കെ ആയിപ്പോകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. നോട്ട്ബുക്കിൽ ചെയ്യാൻ പറഞ്ഞ വർക്ക്സ് എല്ലാം നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ആൻസർ ഒക്കെ എഴുതാൻ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. സർക്കിൾസ് വരച്ച് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് എല്ലാവരും അയച്ചു തരുമല്ലോ. എല്ലാവരും അയച്ചു തരണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.